ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ബംഗാൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. സോ ഇന്ത്യയിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഇലക്ഷനായിരുന്നു ബംഗാളും തമിഴ്നാടും, അല്ലേ? ഇപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കേരള ഇലക്ഷനായിരിക്കും ഇമ്പോർട്ടൻസ്, ബട്ട് ഒരു നാഷണൽ ലെവലിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് ബംഗാളും തമിഴ്നാട് ഇലക്ഷനായിരുന്നു. ബംഗാളിൽ എൻ ഡി എ പവറിലേക്ക് വരികയാണ്. ആൻഡ് തമിഴ്നാട്ടിൽ ഒരു DMK റീറ്റെയിൻ ചെയ്യുമെന്ന് പലരും കരുതിയിരുന്നെങ്കിലും DMK അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ വിജയുടെ പാർട്ടിയായ TVK ഒരു നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ആൻഡ് NDA അത്യാവശ്യം മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അവിടെ. ആൻഡ് ബാക്കി അവിടുത്തെ ഭരണകാര്യങ്ങൾ ഇനി തീരുമാനമാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഭാവിയിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബംഗാൾ ബേസ്ഡ് കമ്പനികൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഉണ്ടാവും. സോ ആ ഒരു ഇലക്ഷൻ ഫീവറിനൊക്കെ ശേഷം നമുക്ക് വീണ്ടും മാർക്കറ്റിൽ സജീവമാവേണ്ട സമയമായി കഴിഞ്ഞു. അപ്പോൾ നിഫ്റ്റി ഇന്നലെ മാർക്കറ്റിനോട് റിയാക്ട് ചെയ്ത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്തു. അതിൻ്റെ സപ്ലൈ ടെസ്റ്റ് ചെയ്യാണ് 24,330 റേഞ്ചിൽ മാർക്കറ്റ് സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്കൊരു ഫീലുണ്ട്. 2 ദിവസമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ 24,338 ഈ ഒരു കണ്ടില്ല, ഈ ഒരു ഏരിയയിലുള്ള സപ്ലൈ ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ നിന്നാണ് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടുന്നത്. സോ നമുക്ക് ആ ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടാം. അപ്പം ഇന്നലത്തെ ഹൈയും മാർക്ക് ചെയ്തിടുന്നത് കൊണ്ട് തെറ്റില്ല. കാര്യം മാർക്കറ്റ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സപ്ലൈ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് പലതവണയായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ആൻഡ് ഇന്നലത്തെ ലോയും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ആൻഡ് 15 മിനിറ്റ് ചാർട്ടിലേക്ക് നമുക്ക് പോവാം. ഇനി എന്താണ് മാർക്കറ്റ് നടക്കുന്നതെന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്കാവുന്നതാണ്. സോ മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺസോളിഡേഷൻ സ്റ്റേറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലേ? 23,780 ഈ റേഞ്ചിന് എബോവ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ ട്രേഡ് ചെയ്യുകയാണ്. ഇവിടെ വരുന്നു ആൻഡ് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, വീണ്ടും താഴെ വരുന്നു, വീണ്ടും റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, വീണ്ടും താഴെ വരുന്നു. അപ്പോൾ ഈ അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 24,330 എന്നുള്ള ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റിനുള്ള പോസിബിലിറ്റി നിലവിലുള്ളൂ. ഓക്കെ, ഇപ്പം എന്തായാലും ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 24,600 ഒരു 300 പോയിന്റ്സിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഏരിയ, അതായത് 24,338 എന്നാണ് മാർക്കറ്റിന്റെ സപ്ലൈ ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് ഈ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഒരുപാട് തവണയായിട്ട് ആ ഒരു അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു 2 സോണും ബ്രേക്ക് 24,000 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് 23,800 എന്ന സോണിൽ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ഉള്ളത് ഈ ഒരു ലിക്വിഡിറ്റി സോണാണ്. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് വരാം. 23,555 എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് വരാം. ആൻഡ് അവിടെ നിന്ന് മൈനർ ലെവൽസ് പിന്നെ ഉണ്ട്. അപ്പം വലിയൊരു ഗ്യാപ് ഡൗണിന് ശേഷം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. സോ അതൊരു ഹെൽത്തി കൺസോളിഡേഷൻ ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് നമുക്കൊരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് പ്രതീക്ഷിച്ച് തന്നെ ഇന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഇൻട്രാഡേ ലെവൽസ് ഈ രീതിയിലാണ് സജീവമാക്കി വച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് നാസ്ഡാക്കിന്റെ S&P ക്ലോസിംഗ് വന്നിട്ട് നെഗറ്റീവിലായിരുന്നു. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ് ടോട്ടൽ നെഗറ്റീവ് ട്രേഡ് ചെയ്യാണ്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ നിക്കി 228 പോയിന്റ് സബ്സൈഡ് ആണെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ നെഗറ്റീവ്ലി ടു ഫ്ലാറ്റ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അല്പം മുന്നേ 30 പോയിന്റ്സിന്റെ അപ്സൈഡ് മൊമെന്റ് കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു നെഗറ്റീവ് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ നെഗറ്റീവിലാവാനായിരിക്കാനാണ് പോസിബിലിറ്റി ഉള്ളത്. ഇനിയും സമയമുണ്ട്, എന്തും സംഭവിക്കാം. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സഡ് സിഗ്നൽസ് തരികയാണെന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് റിസൾട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത്? L&T, M&M, ഹീറോ മോട്ടോകോപ്പ്, കൊഫോജ്, യുണൈറ്റഡ് ബ്രൂവറീസ്, അജന്ത ഫാർമ, ആവാസ് ഫിനാൻസസ്, ജാൽമിയ ഭാരത് ഷുഗർ, വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ്, പൂനെവാല ഫിൻകോപ്പിന്റെ റിസൾട്ട് വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. ഓക്കെ, പിന്നെ BHELന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്കൈ റോക്കറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 506 കോടിയിൽ നിന്നും 1,296 കോടിയിലേക്ക് പോവുകയാണ്. കാര്യം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. മീഡിയം ടേം ഗ്രൂപ്പിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ റവന്യൂ സർജ് ഉണ്ടായിട്ടുണ്ട്. ടാറ്റ ടെക്നോളജീസിന്റെ റവന്യൂ അപ്പാണ്, പ്രോഫിറ്റ് അപ്പാണ്. അംബുജ സിമെന്റ്സിന്റെ പ്രോഫിറ്റ് അപ്പാണ്, റവന്യൂ അപ്പാണ്. IIFL ഫിനാൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് ടോട്ടൽ ഇൻകമും ഗ്രോത്ത് വന്നിട്ടുണ്ട്. ശോഭയുടെ Q4 നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. 15 കോടിയിൽ നിന്ന് 991 കോടിയിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഓൾസോ ജമ്പ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല റിസൾട്ടുകൾ കമ്പനി വരുന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും BHELന്റെ ചാർട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻട്രി എടുത്ത ഏരിയ ഞാൻ കാണിച്ചു തരാം. കുറച്ച് കാലമായിട്ട് ഹോൾഡ് ചെയ്യാൻ അവിടെ മീഡിയം ടേം വാങ്ങി ഹോൾഡ് ചെയ്യായിരുന്നു. 2 അവസരം 3 പുൾ ബാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഹോൾഡ് ചെയ്ത ഈ സോൺ എന്ന് പറയുന്നത് ഈ ഒരു 240 സോണിലാണ് ഞാൻ എൻട്രി ചെയ്തത്. ഐഡന്റിഫൈ ചെയ്തത് 260 റേഞ്ചിലാണ്, ഈ ഒരു ഭാഗത്താണ് ഐഡന്റിഫൈ ചെയ്തത്. ബട്ട് പുൾ ബാക്കുകൾ വന്നപ്പോൾ ആഡ് ചെയ്തു. ആൻഡ് നിലവിൽ നമുക്കിപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ സോൺസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 65% പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ അടുപ്പിച്ചാണ് നമ്മൾ എടുത്തത്. അവിടെ നിന്ന് അപ്സൈഡ് പോയി തിരിച്ചു വന്നു. ആൻഡ് സോൺ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം
നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനിയും സമയമുണ്ട്. എന്തായാലും 400 റേഞ്ച് അടുപ്പിച്ചു പോയിട്ടുണ്ട് സ്റ്റോക്ക്. അപ്പോൾ ഇനി നമുക്ക് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. പുൾ ബാക്കുകൾ ഉണ്ടാവോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാം. എന്തായാലും 330 to 320 സോൺ ആയിരിക്കും അത്യാവശ്യം നല്ലൊരു, ഇനി വരുന്ന ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ആയിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്തായാലും വരട്ടെ. എന്തായാലും ഇപ്പം നിലവിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത്, കണ്ടില്ലേ. അപ്പം പ്രോഫിറ്റിലാണ് എന്ന് തന്നെ ഒരു സൂചന എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഇത്രയും ദിവസം ബൈയിങ് പ്രഷർ നോക്കിയേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മോസ്റ്റ്ലി എത്ര പെർസെന്റിന്റെ മൂവ്മെന്റാണ് തന്നത്? 70% മൂവ്മെന്റ് തന്നതുകൊണ്ട് തന്നെ മേ ബി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോസിബിലിറ്റി ഉണ്ട് BHEL. എന്തായാലും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ഉള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ARVR സ്മാർട്ടാണ്. ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്വിംഗ് ട്രേഡിന് വാങ്ങിയ സ്റ്റോക്കാണ്. ഇപ്പോൾ ARVR സ്മാർട്ട് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പോകുന്നുണ്ട്. 630 റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോക്ക്. അപ്പം ഞാനിത് കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുവാണ്. ഓക്കെ, പിന്നെ ഉണ്ട് 1-2 സ്റ്റോക്കുകളൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രോഫിറ്റിലായതിനു ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. റിസർച്ച് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് നല്ല നല്ല സ്റ്റോക്കിൻ്റെ ബേസ്ഡ് ന്യൂസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ താങ്ക് യു.